ഹായ് ഫ്രണ്ട്സ്, സോഫ്റ്റ്സ് മാജിക്കിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോർക്ക് വിന്താലു ആണ്. നമുക്കിത് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന 1 കിലോ പോർക്കാണ്. നെയ്യെല്ലാം കളഞ്ഞ് വലിയ കഷ്ണമായിട്ട് വേണം ഇതെടുക്കാൻ. ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. പെരിഞ്ചീരകം വേണം, കടുക് വേണം, കസകസ് വേണം, കുരുമുളക് വേണം, വറ്റൽമുളക് വേണം, ഇതെല്ലാം കടുക് വേണം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാം 5 ഗ്രാം വീതമാണ്. നമുക്കിതൊന്ന് നല്ലപോലെ മിക്സി പൊടിച്ചെടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയും കൂടെ വേണം. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ലപോലെ പൊടിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് മിക്സിയിൽ ഒന്നുകൂടെ പൊടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. പൊടിച്ചതാണ്. ഇനി നമുക്കൊന്നും കൂടെ മിക്സിയിൽ പൊടിച്ചെടുക്കാം. ചൂടാറിയിട്ട് വേണം പൊടിക്കാൻ. പൊടിച്ചെടുത്താണ്, നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, ഉപ്പ് എല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം 20 ഗ്രാമാണ്. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം 20 ഗ്രാം വീതമാണ്. നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 50 ഗ്രാം പുളി എടുക്കാം. ഈ പുളി പിഴിഞ്ഞ് അതിന്റെ ചാറ് വേണം നമുക്ക് എടുക്കാനായിട്ട്. വാളംപുളിയാണ്, പുളി പിഴിഞ്ഞതാണ്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ എടുത്തിരിക്കുന്ന പോർക്ക് 1 കിലോ ആണ്. ഇത് ഇച്ചിരി വലുതാക്കണം. ഞാൻ ചെറുതാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് മാഗ്നേറ്റ് ചെയ്യും, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒന്നും വിചാരിക്കല്ലേ, ഇറച്ചിക്ക് പകരമല്ല. ഇനി നമുക്ക് ഈ പേസ്റ്റോടെ ജിഞ്ചർ, ഗാർലിക്ക്, ഉപ്പ്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് അരച്ചാണ്. അതുകൂടെ നമുക്കൊന്ന് ഇട്ട് ഇളക്കി വെക്കാം. പിഴിഞ്ഞെടുത്ത പുളി വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് ഇളക്കി നമുക്കൊരു 1 മണിക്കൂർ ഇപ്പം ഫ്രിഡ്ജിൽ വെക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പം ആ ഉപ്പും പുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുരുമുളകും കസകസും എല്ലാം കൂടെ ചേർത്തതാണ്. ഇതിനകത്ത് നമ്മൾ കടുകും ചേർക്കുന്നുണ്ട്. കുരുമുളക് ആവശ്യമുള്ളവർ മാത്രം ചേർക്കുക. ഞാൻ ഒരു 5 ഗ്രാം കുരുമുളകും കൂടെ ഇതിനകത്ത് പൊടിച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കൊന്ന് വെക്കാം. ഇനി ഇത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 സവോളയാണ്. ഏകദേശം ഇത് 1/2 കിലോളം വരും. നല്ലപോലെ അരിഞ്ഞാണ്. പിന്നെ ഇത്തിരി ശർക്കര വേണം. അതൊരു 20 ഗ്രാം ഉണ്ട്. അത്രയും വേണമെന്നില്ല, ഒരു 10 ഗ്രാം ആണെങ്കിലും മതി. ഇതും കൂടെ നമുക്കൊന്ന് ചിരകി വെക്കാം. ഇത്രയും ആവശ്യമില്ല. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഏറെ ചേർക്കുന്നുള്ളൂ. 20 ഗ്രാം, 10 ഗ്രാം മതി. ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന 20 ഗ്രാമാണ്. ഇനി ഞാനൊരു ഉരുളിച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് അല്പം എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ നമുക്കൊരു കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂൺ പിരിയം മുളക് പൊടിയാണ്. അതുകൂടെ ഒന്ന് ചൂടാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. സവോള ഇട്ട് കൊടുക്കാം. സവോള നല്ലതുപോലെ വഴലണം. ഏകദേശം 1/2 കിലോ സവോളയുണ്ട്. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനൊന്ന് മൂപ്പിച്ച് വെച്ചായിരുന്നു. അതിൻ്റെ കൂടെ കറുവാപ്പട്ടയും
അതുകൂടെ നമുക്കൊന്ന് ഇതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് അരച്ച് നമുക്കെടുത്ത് ഇറച്ചി 1 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു. അതിനകത്തോട്ട് ഇതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു 8 മണിക്കൂർ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം. നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 8 മണിക്കൂറായിട്ടുണ്ട്. മസാല എല്ലാം ഏകദേശം ഒന്ന് വഴന്ന് വരുന്നുണ്ട്. സവോള എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഇറച്ചി അതിനകത്തോട്ടിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നല്ല കളറൊക്കെ ഉണ്ട് ഇതിന്. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഏകദേശം വേകാറായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം മൂപ്പില്ലാത്ത പോർക്കാണ്. ഇനി നമുക്ക് ആ ശർക്കര ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ ഇളക്കിയൊന്ന് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. 10 മിനിറ്റ്, കാരണം ഇതിനധികം വേവില്ലാത്ത പോർക്കാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത്ര കരിയാപ്പില നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഉണ്ടോ, നല്ലപോലെ പറ്റിയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇച്ചിരി ചോറൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ക്രിസ്മസ് സ്പെഷ്യലാണ് ഇത്, പോർക്ക് വിന്താലു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക് യു. ടേക്ക് കെയർ. ബൈ.